കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പെട്ടെന്ന് വാ ദേവേട്ടാ. ദേവേട്ടന്റെ ഹൈറ്റിനുണ്ടല്ലോ, ഊറി എത്ര പൊക്കിയാലും അത് പൊട്ടിക്കുമെന്ന് എനിക്കറിയാവേ. അതുകൊണ്ട് കണ്ണ് കെട്ടിക്കൊണ്ട് തന്നെ പൊട്ടിക്കണം, അപ്പോഴല്ലേ കിക്കുണ്ടാവുക. ഒരു കൈ നോക്കും മച്ചാനെ. One. Two. Three. All the best, Devangutta. Ready. അടിപൊളി ദേവേട്ടാ.
എന്താടാ ഈ കാണിക്കുന്നത്? വീടടാ. എനിക്ക് തല ഇറങ്ങുന്ന എന്റെ കൊച്ചെ, താഴെ ഇറക്കന്നെ. ഓ എന്റെ മോനെ. ഓ. Thank you so much, Indu. I love you. I love you. I really love you. ഇന്ദു പറഞ്ഞ പോലെ തന്നെ ആകാശത്തോളം വലിയ സന്തോഷ ഞാനിപ്പോ കണ്ടത്. ഞാനത് കണ്ടു ഇന്ദു, ഞാനത് ശരിക്കും കണ്ടു. എനിക്കും സന്തോഷമായിടാ. ഇവനിങ്ങനെ കിടന്ന് പുളകം കൊള്ളുന്നത് ഉറിയടിച്ച സന്തോഷത്തിലല്ലല്ലോ. ആ ദാരിദ്ര്യം പിടിച്ച പുഴുവിനെ കണ്ടിട്ടാ. ഇവനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവന്റെ മുമ്പിൽ തന്നെ വന്ന് നിന്നോളും. ഇവളെ കമത്തിയടിക്കാൻ പാങ്ങിനൊരു പണി കൊടുക്കണം. എന്താ നടി നോക്കി നിക്കുന്നേ? ഇവിടുന്ന് പോകാൻ നോക്ക്. പോടി. അല്ല, എന്താ പറ്റിയ മന്ദിരേ? ഓ ഒന്നുമില്ല ഇന്ദു. ഉറിയിലെ വെള്ളം മുഴുവൻ അവളുടെ മേത്ത് വീണില്ലേ? നനഞ്ഞ തുണിയായിട്ട് നിക്കണ്ട, വല്ല അസുഖവും വരും, വീട്ടിൽ പോയി മാറ്റിക്കോന്ന് പറഞ്ഞതാ. നീ പൊയ്ക്കോ വൈദേഹി, പൊയ്ക്കോ. അയ്യോടാ, മോള് മൊത്തം നനഞ്ഞിരിക്കുകയാണല്ലോ. ഇതിനു വേണ്ടി വീട് വരെ പോണ്ട കാര്യമില്ല. എന്റെ സാരി തരാം, മോള് വാ. അത് വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരോട്ടോ വിളിച്ചു കൊടുത്താല് അവള് വീട്ടിൽ പൊയ്ക്കോളൂന്നേ. ഇനിയും പൂജ തുടങ്ങിയിട്ടില്ലല്ലോ, അതിനു മുൻപ് എന്തിനാ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നേ? മോൾ എന്റെ കൂടെ വാ. വാ മോളെ. ഇത്രയൊന്നും വേണ്ടായിരുന്നു ഇന്ദുമ്മേ. അങ്ങനെ പറയല്ലേ, ഇവിടുത്തെ മരുമകളുടെ കൂടെ പറഞ്ഞോളല്ലേ. എന്ന് വെച്ചാ മരുമോളെ പോലെ തന്നെയാന്നാ. മറ്റുള്ളവര് കാണുമ്പോ ഒട്ടും കുറയാൻ പാടില്ല. കൊട്ടാരം വീട്ടിലെ കുട്ടികളെ. മോള് വന്നേ, പൂജയ്ക്ക് സമയമായിട്ടുണ്ട്, നടക്ക.
ഏയ് മന്ത്രക്കളവി, അങ്ങോട്ട് നോക്കിക്കേ. ഈ ദരിദ്രവാസി ഇവരെന്തിനാ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടെന്ന് നിർത്തിയേ? ആ ചെറുക്കനാണെങ്കിൽ അവളുടെ മേത്തുനിന്ന് കണ്ണ് മാറ്റുന്നുമില്ല. ഇനി ഇവളെ ഇവിടെ നിർത്തിയാലേ പണി പാലും വെള്ളത്തിൽ കിട്ടും. എന്തൊരു ഒലിപ്പീരാ ചെറുക്കന്. എന്റെ ഭഗവാനെ, എങ്ങനാ ഇതിനൊരു പരിഹാരം കാണുക? കഷ്ടം. നല്ലവണ്ണം പ്രാർത്ഥിച്ചോ മോളെ. വരൂ ഏട്ടത്തി. അപ്പൊ നീയാണല്ലേ കുട്ടിയെ ഇവിടുത്തെ കൊച്ചുമരുമോള്? അതെ ചെറുമ്മ. സുഖമല്ലേ എടുത്തി? സുഖായിരിക്കുന്നടാ. ഒരു തടസ്സം അങ്ങ് തീർന്നെന്ന് വിചാരിച്ചപ്പോ അടുത്തതിപ്പോ ഇവരുടെ രൂപത്തിൽ വന്ന് നിൽക്കുന്നു. ഇവരെന്നെയല്ലേ മരുമോളാന്ന് വിചാരിച്ചിരിക്കുന്നത്. ഞാനിവിടുന്ന് സ്ഥലം വിടുക. ചേച്ചി പ്ലീസ് ഇപ്പൊ പോരുത് ചേച്ചി. ഇപ്പൊ പോയാൽ എന്നെ അവരെ പിടികൂടും. എന്റെ അടുത്ത് തന്നെ നിന്നോണേ പ്ലീസ്. അന്നത്തെ പോലെ ഇന്നും എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാനേജ് ചെയ്യേണ്ടി വരും. എന്തു പറ്റി കൗസല്യ, നിന്റെ മുഖത്തൊരു വെപ്രാളം? ഏയ് ഒന്നുമില്ല ഏട്ടത്തി. അത് ചുമ്മാ പറയുന്നതാ.
നമ്മുടെ ഗുരുക്കള് മരുമോളുടെ കയ്യെ കെട്ടാൻ ഒരു ഏലസ് കൊടുത്തു വിട്ടിരുന്നേ. അത് കെട്ടിയ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കുമെന്നാ പറഞ്ഞ്. മുഹൂർത്തം തെറ്റിയത് കാരണം അതൊട്ട് കെട്ടാനും പറ്റിയില്ല. അതിന്റെ വിഷമോ. ഓ, അത്രേ ഉള്ളായിരുന്നോ? അതിനൊക്കെ വിഷമിക്കാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. പൊന്നു പോലെ ഒരു മരുമോളെ കിട്ടിയപ്പോ ഈ ഏലത്തിന്റെ പുറകെ നടക്കുന്ന എന്തിനാ കൗസല്യേ? ഭർത്താവിനോടുള്ള അവളുടെ സ്നേഹം അന്ന് ഞാൻ നേരിട്ട് അവളുടെ വായിന്ന് കേട്ടതല്ലേ. എന്ത് തന്നെ ഉണ്ടായാലും അവൻ അവളെ പൊന്നു പോലെ നോക്കുമെന്ന് ഉറപ്പാ. എനിക്കത് അന്നേ മനസ്സിലായതാ. നിന്റെ മരുമോൾക്ക് ഒരേലത്തിന്റെ ആവശ്യമില്ല കൗസല്യേ. അന്ന് മോളെ കണ്ടിട്ട് ഇവിടുന്ന് പോയതിന് ശേഷം എന്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ നിന്നെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് 100 നാവായിരുന്നു. ഇവര് ശ്രേയയോടല്ലല്ലോ വർത്താനം പറയുന്നേ, വൈദേഹിയോടാണല്ലോ കാര്യങ്ങൾ പറയുന്നേ. മഹേശ്വരി വൈദേഹിയാണ് മരുമോളെന്നെങ്ങാനും കരുതിയിരിക്കുകയാണോ? സത്യം പറയാലോ മോളെ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് കൗസല്യ മർമ്മയും കാണാനൊന്നും അല്ല, നിന്നെ ഒന്നോടൊന്ന് കാണാനാ. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. മഹേശ്വരി ചെറിയമ്മേ, ഇവിടുത്തെ മരുമോൾ ആരാന്ന് ചെറിയമ്മയ്ക്ക് അറിയാലോ. ഇതെന്തൊരു ചോദ്യമാ ഊർമിളെ. മഹേശ്വരി ആയിരുന്നല്ലോ അന്ന് ശ്രേയയുടെ പാചക പരീക്ഷണത്തിന് വന്നിരുന്നത്. അന്ന് നമ്മളെ കാണുക മിണ്ടുകയൊക്കെ ചെയ്തതല്ലേ. ചെറിയമ്മ ആരോടാ കാര്യം പറയുന്നതെന്ന് ശരിക്കങ്ങ് മനസ്സിലാവുന്നില്ലായിരുന്നു. നിനക്കറിയുവോ ഊർമിളെ, ഞാൻ അങ്ങനെ എല്ലാരോടൊന്നും അത്ര പെട്ടെന്ന് അടുക്കാറില്ല. പക്ഷെ ദേവന്റെ ഭാര്യയെ കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഇഷ്ടമുണ്ട്. അത്രയ്ക്കും മിടുക്കി കുട്ടിയാണേ. നമുക്ക് ചേരുന്ന മരുമോള. അത് ശരിയേട്ടത്തി. മഹേശ്വരി ഏട്ടത്തിക്ക് ഇഷ്ടപ്പെട്ട പിന്നെ മാറ്റുരയ്ക്കണ്ട. എന്റെ ദേവന്റെ ഭാഗ്യം അത്, നമ്മുടെ കുടുംബത്തിന്റെ. എന്റെ ഭഗവാനെ, തൽക്കാലം ഈ കടമ്പയൊന്ന് കടന്നു കിട്ടി. ഇവരിവിടുന്ന് പോകുന്നവരെ നമുക്ക് ഈ കളി ഇങ്ങനെ കൊണ്ടുപോയേ പറ്റൂ. ചെറിയമ്മ വൈദേഹിയെ നോക്കിയാണല്ലോ വർത്താനം പറഞ്ഞ്. വല്ല തെറ്റിദ്ധാരണയുണ്ടോ? അതോ അവർക്കിനി വല്ല കോങ്കണ്ണുമായോ? ആർക്കറിയാ, ഞാൻ അവരെ ഒന്നും ശ്രദ്ധിച്ചതേയില്ല. പിന്നെ എവിടെയായിരുന്നു നിന്റെ ശ്രദ്ധയൊക്കെ? ദേവന്റെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു കല്യാണത്തിന്റെ അന്ന് ശ്രേയ ഇവിടുന്ന് മാറ്റി നിർത്താൻ പറഞ്ഞത്. അന്ന് നിന്റെ ശ്രദ്ധ തെറ്റിയിരുന്നു. അതിനുശേഷം ശ്രേയയ്ക്ക് തന്നെയാണോ താലി കെട്ടിയതെന്ന് അന്വേഷിച്ചുറപ്പിച്ച് പറയാൻ പറഞ്ഞപ്പോ അവിടെയും നിന്റെ ശ്രദ്ധ തെറ്റിപ്പോയി. പിന്നെ ഏത് കാര്യത്തിലാ നിന്റെ ശ്രദ്ധ മുഴുവൻ? നീ പറഞ്ഞ കാര്യത്തിൽ അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് എന്റേതായ പ്ലാനൊക്കെ ഉണ്ട്. എന്താണ് ആ പ്ലാനിങ്സ്? റാണിയെ കൈക്കലാക്കണമെങ്കിൽ ആദ്യം സിംഹാസനം കൈക്കലാക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിനുള്ള പരിശ്രമത്തില്.
ജിക്ക് ജിക്ക്. ആ, ജിക്ക് 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 ദേവേട്ടാ. ജിക്ക്. ഏയ്, ഇങ്ങനെയാ? എന്താ പറ്റിയ ദേവേട്ടാ? എന്തടാ? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. പിന്നല്ലാതെ. ശ്രേയക്കാരനാണോ ദേവേട്ടൻ ഇത്രയധികം സന്തോഷിക്കുന്നത്? അവൾ എന്റെ കൂടെ തന്നെ ഉണ്ട്. എവിടെ? ദേ ഇവിടെ. ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. വിനയ ആ ശ്രേയനെ എവിടെയെങ്കിലും കണ്ടോ? ശ്രേയക്കാരനാണോ ദേവേട്ടൻ ഇത്രയധികം സന്തോഷിക്കുന്നത്? അവൾ എന്റെ കൂടെ തന്നെ ഉണ്ടാ. എവിടെ? ദേ ഇവിടെ. മുകളിലുണ്ടല്ലോ ചേച്ചി. വൈദേഹി ചേച്ചി. എവിടെയാണാവോ? കാണുന്നില്ലല്ലോ. ഉം? ഉം. ഉം. അങ്ങോട്ടൊന്ന് വൈദേഹി ചേച്ചി പോവാൻ പാടില്ല ഇപ്പൊ. അവര് ഭയങ്കര തിരക്കിലായിപ്പോ. അത് ഞാൻ നോക്കിക്കോളാം. വൈദേഹി ചേച്ചി, വൈദേഹി ചേച്ചി, വൈദേഹി ചേച്ചി, വൈദേഹി ചേച്ചി. അയ്യോ, ശ്ശോ. ദേവേട്ട മുകളിലോട്ട് പോയത് ശ്രേയ ചേച്ചിയോട് ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാ. അതിനിടയ്ക്ക് ഈ ചേച്ചി പോകല്ലേ എന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് കയറി പോയേക്കാം. ആ പോണെങ്കിൽ പോട്ടെ, അകത്തോട്ട് പോകുമ്പോ മനസ്സിലായിക്കോളും ദേവേട്ടന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണ്. ശ്രേയേ, വൈദേഹി അവിടെ നിന്നേ. നിനക്ക് എന്നോട് പ്രണയമുണ്ടോ എന്ന് ഇനി ഞാൻ നിന്നോട് ചോദിക്കില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? നിനക്ക് നിന്നേക്കാളേറെ എന്നെ ഇഷ്ടമാണെന്നുള്ളത് ഞാനിന്ന് കണ്ടുപിടിച്ചു.